Hello. Yeah, Mr. Vasu. Yes. Yeah, myself KK from Strix. Hey, KK. How are you, KK? വിളിക്കുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ഞാൻ കേക്ക് വേണ്ടി ഞാനോർത്ത് കേക്ക് ആയിരിക്കത്തില്ല, ഞാൻ ഓർത്ത് വേറെ ആരെങ്കിലും ആയിരിക്കും ഡ്യൂട്ടിയിൽ. കാരണം കേക്ക് ഞാനന്ന് നമ്പർ തന്നായിരുന്നല്ലോ, അപ്പൊ വേറെ ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ യെല്ലോ പേജിലോട്ട് അവിടെ പോസ്റ്റ് ചെയ്യാൻ പോയിരുന്നു കേക്ക്. അതെ. എവിടെ ഉണ്ട്? ഞാൻ ഓഫീസിലുണ്ട്. ഗോഡ് ഫാദർ ഉണ്ട് കൂടെ. ഗോഡ് ഫാദർ കൂടെ ഉണ്ട്. രണ്ടാളും മാത്രം ഡാമിലേക്ക് വരും. ഡാം. അയ്യോ കേക്ക്, ഞാൻ ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു ഫാമിലി മെമ്പറിന്റെ പെണ്ണ് കാണലായിരുന്നു. അതില് കോൺഫറൻസിലാണ്, ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ചന്ദ്രബോസ് ഇല്ലേ, ചന്ദ്രബോസിന്റെ പെണ്ണ് കാണലാണെന്ന്. അപ്പൊ കേക്കൊക്കെ ഞങ്ങൾ കല്യാണത്തിന് വിളിക്കാമെന്നുള്ള രീതിയിൽ. പിന്നെ കേക്ക് അത്രയ്ക്ക് അടുത്ത ആളായതുകൊണ്ട് എനിക്ക് കേക്ക് എടുത്ത് വിശ്വസിച്ച് എന്തും പറയാലോ. അതെ. എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് ബോസിനെ കുറിച്ച്. അത് പറയാൻ പറ്റുന്നു. ഓക്കെ, കഴിഞ്ഞ ഉടനെ ഞാൻ വിളിക്കാം ഇവിടെ സിറ്റിയിലുണ്ടെങ്കിൽ. ഓക്കെ ശരി. ചന്ദ്ര കിടിലം, എന്റെ അമ്മ സിൽക്ക് ഷർട്ടോ. ഇവിടെ എന്ത് ലുക്ക്, ഇത്രയും ഭംഗി ഉണ്ടായിരുന്നോ നിനക്ക്? ഷൂ ഒഴിച്ച് ബാക്കി എല്ലാം കൊള്ളാളിയാ. ഞാൻ അപ്പഴേ പറഞ്ഞ ലോഫർ ഇടാൻ. ചെരുപ്പില്ല വീട്ടിലോട്ട് കീറില്ല. കീരിലുണ്ടോ ഇവിടെ? പണ്ട് ഗോവൽ പോയപ്പോ ഓർമ്മയുണ്ടോ അവങ്ങനെ ഷൂട്ട് ഇട്ടിരുന്നത്? 5000 പറ്റിയോട് പറയരുത് കേട്ടാ, ഉള്ള കാര്യം പറയാം. ഞാനും ജോക്കിയും വേറൊരു വണ്ടി എടുക്കാം. എന്നിട്ട് ചന്ദ്രനെ ഒരാളെ ഡ്രൈവർ കൂടെ വേണം. ചന്ദ്രന്റെ കറക്റ്റ് ഡോറൊക്കെ തുറന്നു കൊടുക്കണം, കുട എടുത്ത് പിടിക്കണം, എല്ലാം ചെയ്യണം കേട്ടോ. അറിഞ്ഞു ചെയ്തോണേ. പെണ്ണ് കാണല്ലോ ഓട്ടോസ്റ്റോ. ഇത് അത് നമ്മൾ അങ്ങനെ ആണല്ലോ. ചന്ദ്ര, എനിക്ക് പിന്നെ ടെൻഷൻ ഉണ്ടാവൂലേ? എടാ ഞാൻ നിന്റെ മോനെ പോലുള്ള വളർത്തി ഇത്ര നാള്. ചന്ദ്ര ഞാൻ കാര്യം പറയട്ടെ, രണ്ടുപേർക്ക് സമ്മതമാണെങ്കിൽ ഈ സിറ്റി കണ്ടതിൽ ഏറ്റവും വലിയ കല്യാണം. പിന്നല്ല നോക്കി, പിന്നല്ലാതെ എടാ ഞാൻ നിന്നെ അവസാനത്തെ ചോദ്യം ചെയ്യണോ ചന്ദ്ര? ഈ അവസരത്തിൽ അതൊക്കെ ചോദ്യം ചെയ്യണോ? പയ്യെ വന്നാ മതി, പയ്യെ വന്നാ മതി. ചിന്നപ്പയ്യ തമ്പിങ്കളാ, ഗേറ്റ് തുറക്കാ. പയ്യനെ കണ്ടപ്പോ എക്സൈറ്റ്മെന്റ്. ഏതോ കച്ചറ കുടുംബം കേട്ടോ. അപ്പൂപ്പനെ പെണ്ണാണെന്ന് പറഞ്ഞപ്പെട്ട പാട്ടാണ് ഇപ്പൊ ഇടുന്നത്. എന്താടാ ഇതൊക്കെ? നമ്മളെ നല്ല കുടുംബത്തിലോട്ട് തന്നെ നമ്മുടെ പയ്യനെ അയക്കുന്നത്. പാർക്കിംഗ് സൗകര്യം ഒന്നുമില്ല. കടലിന്റെ മുകളിലെ കല്ലിലെ കാണാൻ കൊണ്ട് വണ്ടി ഇട്ടിട്ട് വേറെ വരാൻ നോക്കൂ. കാണിക്കുന്നുണ്ടോ? ഞങ്ങളല്ല, അണ്ണു ആണ് ശബ്ദം ഉണ്ടാക്കുന്നത്. അണ്ണു മതിലാടി ഓടി പറമ്പോഴി കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ജോക്കി എവിടെ പോവാ? ജോക്കി ഞാൻ കൊല്ലും കേട്ടോ. അവനെ ഫ്രണ്ട് ഇതിന് മാത്രം വരിവരിയായിട്ട് വാടേ, വരിവരിയായിട്ട് അലൈൻമെന്റ് ഒക്കെ സെലക്ട് ചെയ്യണ്ട. കൊറേ ഉണ്ടല്ലോ, കളക്ഷൻ കുറവാണ്. ഡാഡി നമസ്കാരം. ചേട്ടന്മാരല്ലേ? ഓ എല്ലാ ചേട്ടന്മാരാണ്. ഓരോരുത്തരോരുത്തരെ ഇല്ലത്ത് കേറിയിട്ട് പരിചയപ്പെടുത്താം. ചെറുത് ഇങ്ങോട്ട് വാടക തൊഴിലോട്ടിരിക്കുക. ഹലോ,
ഹൈ ഒരു കുടുംബത്തിലൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാരും വന്നേക്ക്. വെൽക്കം പോയ അവസരം നിൽക്കാതെ വന്നിരിക്കുക സംസാരിക്കാവാ. നോക്ക് ഈ ഡ്രസ്സില്ല, ഈ കളറില്ല നമ്മള് നമ്മുടെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഇരിക്കണേ ബേളം വെക്കണേ. പേരെന്താ ഡാഡിയുടെ? എന്റെ പേര് ജോൺ. ഇതാണോ നിങ്ങളുടെ എല്ലാം? ഇവരുടെ എല്ലാം അതെ അതെ ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന നാഥനാണ്. അതെ അതെ വലിയൊരു കുടുംബമാണ്. ഞങ്ങളൊരു 10-42 പേരോളം അടങ്ങുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ. എഴുതുന്നുണ്ട്, കത്തിലെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു മോനെയും പറ്റിയും കുടുംബത്തെ പറ്റിയും. അച്ഛനായിട്ട് വരും അലീനയുടെ അച്ഛൻ. ഓ ടു യങ് യുനോ. നിങ്ങളുടെ ഒരേ പ്രായമാണ് കണ്ടാ പ്രായം തോന്നിക്കത്തില്ലേ? നമ്മുടെ പിന്മുറക്കാർ, നമ്മുടെ നിങ്ങളുടെ പിന്മുറക്കല്ല, നിങ്ങളുടെ പിന്മുറക്കാർ കെട്ടിപ്പിടിക്കാൻ പോയപ്പോൾ നമ്മുടെ പിന്മുറക്കാർ വെട്ടിപ്പിടിക്കാൻ പോയി. അതാണ് മനസ്സിലായത്. അതെ അതെ അതെ. നമുക്ക് ഇരുന്ന് അങ്ങോട്ട് സംസാരിക്കാം. എന്താ വാസു? ശ്രീധനത്തെ പറ്റി സംസാരിക്കണ്ടേ? എന്തെന്ന്? ശ്രീധനത്തെ പറ്റി സംസാരിക്കണ്ടേ? എന്താ കുട്ടി? മേളിലോട്ടൊന്ന് പോകാനായിരുന്നു. സോറി. എന്ത് കൊടുക്കുമെന്ന് ചോദിക്കണ്ടേ? അത് നമ്മളെ വിളിച്ച കണക്കാണോ മേളിലോട്ട് വരാനും കൂടെ? അല്ലല്ലോ. അപ്പം സ്ത്രീധനത്തിന്റെ കാര്യം കണ്ടിട്ട് അത്യാവശ്യം കുടുംബപരമൊക്കെ ഉള്ള കേട്ടോ. മനസ്സിലായോ? ഹലോ, അല്ലല്ല എന്ത് സ്ത്രീധനം വേണ്ടേ? സ്ത്രീധനം വേണ്ടെങ്കിൽ സ്ത്രീധനം വേണ്ട. പക്ഷെ നമ്മുടെ ചെറുക്കനെ ഇങ്ങോട്ട് കൊടുക്കുമല്ലേ? അതും നമ്മുടെ ഒരു മറ്റേ താനോസിന്റെ കയ്യിരിക്കുന്ന ഒരു വജ്രം പോലത്തെ ഒരു ചെറുക്കനല്ലേ നമുക്ക് അവർക്ക് കൊടുക്കുന്നത്. സ്ത്രീധനം വേണം. ഈ പാട്ട് മാത്രമേ ഉള്ളൂ സ്പോട്ടിഫൈയിൽ. തട്ടി മോനെ ചെറുക്കനോട് താങ്ക്സ്. ബാക്കി എല്ലാവരും കൊടുത്തു. ആദ്യം ജേഷൻ കൊടുത്തു. അതെ എടുത്തെടുത്ത് എനിക്കറിഞ്ഞോളൂ. അതിനെ കുളിച്ചിട്ട് തോർത്ത് മാറ്റിയില്ലേ തലേന്ന്? അച്ഛന് വേണ്ട മകൾ. ബാക്കി എല്ലാവരും ഓ എന്റെ ചെവിക്കകത്തോട്ട് ഊതിത്താടാ പാട്ട്. പാട്ടിടാൻ പറഞ്ഞപ്പോ ചെവിക്കകത്തോട്ട് ഊതണം. എല്ലാവർക്കും കൊടുക്കണം. തണുത്ത് ഞാൻ തരാടാ നിനക്ക്. വലിച്ച് വലിച്ച് വലിച്ചങ്ങ് കുടിക്കും. ചടങ്ങനുസരിച്ച് നമ്മളല്ലല്ലോ കെട്ടുന്നേ. ചെറുക്കനെ പെൺകുട്ടിയായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ പോയി സംസാരിക്കാം. മാറി സംസാരിക്കാനാ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞിട്ടില്ല മോനെ. ഒരു പ്രോഡക്റ്റ് ഓൾറെഡി ഉണ്ട് മോനെ. അതിപ്പോഴും അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. മനസ്സിലായി? ഇവരുടെ എവിടുന്നാ വെടി പൊട്ടിയെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അയ്യോ അനുഗ്രഹത്തിൽ നിങ്ങളാദ്യം സംസാരിക്കും. അല്ല വേഗം പറഞ്ഞേ. 5 മിനിറ്റ് ആണ്. വേഗം പറഞ്ഞേ. ചെറുക്കന് പെട്ടെന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കാരണവന്മാർക്കൊന്ന് സംസാരിക്കാം. എന്റെ പൊന്നു ഡാഡി, കുടുംബത്തിലെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ താനോസിന്റെ കൈ അറിയാവോ? താനോസിന്റെ കൈ. താനോസിന്റെ കൈ. അങ്ങനെ താനോസിന്റെ കൈക്കകത്തൊരു 4-5 കല്ലുകളുണ്ട്. കല്ലുകൾ. അതിൽ ഞാൻ ഒരു കല്ല്. കല്ലില്ല, ഞാനാണ് ആ കൈ. മനസ്സിലായോ? അതിനകത്ത് 4-5 കല്ലാണ് ഇവന്മാരൊക്കെ.
അപ്പൊ അതിലൊരു കല്ലാണ് നമ്മൾ ഈ കുടുംബത്തിലോട്ട് തരുന്നത്, മനസ്സിലായോ? സത്യം 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 സത്യം. അപ്പം അവനൊരു കല്ലാണെന്നാണ് പറയുന്നത്. കല്ല് കടിക്കുമോ നിങ്ങളുടെ നാട്ടിലൊക്കെ? നിങ്ങളായിട്ട് കല്ലൊക്കെ ഇതൊക്കെ കടിക്കുമല്ലേ? എന്തൊക്കെ പെണ്ണുമ്പിള്ളക്ക് അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഡാഡി സ്കൂളൊന്നും അത്രയും വാല്യുബിൾ ആണെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, മനസ്സിലായോ? എന്ന് വെച്ചാൽ മനസ്സിലായി. മുതുക്കിലിറങ്ങി ഒന്ന് അന്വേഷിച്ചറിയാം എന്ത് തങ്കപ്പെട്ട ചെറുക്കനാണ് നമ്മുടെ ചന്ദ്രബോസ്. ഞാൻ വന്നപ്പോഴേ അവനെ പറ്റി കേട്ടു. PDക്കാർക്ക് നല്ല അഭിപ്രായം, മറ്റ് ഗ്യാങ്സുകൾക്ക് നല്ല അഭിപ്രായം. നമ്മുടെ ഏറ്റവും ശത്രുതയായിട്ടുള്ള ഗ്യാങ് TG ആയിട്ടാണ് ഇപ്പൊ നമ്മളിപ്പോ കുറെ നാളായിട്ട് അടി വഴക്കും. അവരോട് അന്വേഷിച്ചാൽ പോലും ചന്ദ്രൻ ഒരു തങ്കപ്പെട്ട മനുഷ്യനാണെന്നേ പറയുള്ളൂ. ഒരുപാട് കേട്ടിരിക്കണം. അത്രയും നല്ലൊരു മനുഷ്യൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കുഞ്ഞിനെ വേണമെങ്കിൽ അവൻ ഉപേക്ഷിക്കായിരുന്നു. അവൻ എന്ത് കൂളായിട്ട് അത് ഇതാക്കിയത്. നിങ്ങള് തിരിച്ച് നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? വാസു അത് നമ്മളെ എന്ത് തരും എന്ന് വെച്ചാ നമുക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് ഇല്ല. അങ്ങനെ ഒരു നിങ്ങൾക്ക് ഒരു കല്ല് ഇങ്ങോട്ട് തരുവാണെങ്കിൽ നമ്മളൊരു തങ്ക കട്ടിയാണ് അങ്ങോട്ട് തരുന്നത്. ഇതെന്താണ് നമ്മള് പ്രൈവറ്റ് ആയിട്ട് എടാ ഇങ്ങോട്ട് വരല്ലേ, കാരണം വരെ സംസാരിക്കുന്നത് വരല്ലേ പ്ലീസ്. ചന്ദ്രാളിയ വാളിയ എനിക്കൊരു കാര്യം പറയണ്ടേ? എന്തായിരുന്നു നമ്മളങ്ങോട്ട് തങ്ക കട്ടി കൊടുക്കുന്നില്ലേ? അടുത്ത പ്രശ്നം എന്താണ്? ചന്ദ്ര ഡാഡിയോട് സംസാരിക്കേ, ജോക്കി ഡാഡിയോട് സംസാരിക്കേ. ഡാഡി അടുത്തൊന്നും വരില്ലേ? ഡൗറിയുടെ കാര്യമല്ല പറഞ്ഞായിരുന്നോ? ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. ഞാനൊരു 2500 പ്രതീക്ഷിക്കുന്ന. നിനക്ക് എത്ര വേണം? എനിക്ക് 2000, 1500 എടുത്തോ. പിന്നെ ഇതുപോലെ ഒരു വലിയൊരു ബാധ്യതയാണ് തല ചുമക്ക. അതിൻ്റെതായിട്ടുള്ളൊരു ഇത് വേണമല്ലോ നമുക്ക്. ശരിയാ ശരിയാ. പിന്നെ 2500 കോടി എന്താ അങ്ങനെ ഉണ്ടോ? പിന്നെ പുത്തു പോലെ ഉണ്ടാക്കും. ഞാൻ ചെറുക്കൻ്റെ തന്നെ കാണും ഒരു 10,000 കോടി കഴിവറവൻ നിൽക്കുന്നുണ്ടല്ലേ അവൻ കള്ളന്റെ പോലെ. എന്റെ ഇമേജിന് കോട്ടം കേട്ടോ. പ്രശ്നം ഡാഡി ഒന്ന് വരുമോ? ഒന്ന് ഡാഡി ഡാഡി നമുക്ക് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഇല്ല. നമ്മള് ഇല്ല, നിങ്ങൾക്ക് ഡിമാൻഡ് ഒന്നും ഇല്ലെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞു. പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തണമല്ലോ. അപ്പൊ അവരെ ഒന്ന് സെറ്റിൽ ആക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഒരു 2,500 കോടിക്കകത്ത് എല്ലാം നടക്കും, കാര്യങ്ങളൊക്കെ നടക്കും എന്നാണ് എന്റെ. അതെ, കല്യാണത്തിന്റെ ഭാഗമായിട്ട് എക്സ്പെൻസ് ആണ് ഇത്, മനസ്സിലായി? 2,500 കോടിയോ? ഞാൻ പറയുന്നത് അങ്കിള്, ഞാൻ പറയുന്നത് നമുക്ക് അവർക്ക് താമസിക്കാൻ ഒരു വീടും കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ. കാരണം നമ്മളെ കുട്ടിയല്ലേ. അതെ അതെ, എല്ലാം കൂടെ നമുക്കൊരു ഇതൊരു നാട്ടു നടപ്പിന്റെ ഒരു ഭാഗമായിട്ട് നമുക്കൊരു 2,500 കോടിക്കകത്ത് ഒതുക്കാവത്. അതെ, ഞങ്ങളുടെ കല്യാണത്തിന്റെ ചെലവല്ലേ? 100 കോടികൾക്ക് തുല്യമാണ് അവൾക്ക്. എന്താണ് അങ്ങനെയാണെങ്കിൽ 100 കോടി പെണ്ണിന്റെ ഇത് കുറച്ചിട്ട് ബാക്കി 2,400. 100 കോടി പെണ്ണിന്റെ അത് പുള്ളിക്കാരി പറഞ്ഞു, അത് മൈനസ് ചെയ്തിട്ട് ബാക്കി 2,400. കുടുംബക്കാരല്ലേ നമ്മളിപ്പോൾ? നിങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടി? ഞാൻ ഈ അലീനയുടെ അച്ഛനോട് സംസാരിക്കുകയാണ്, പ്ലീസ് അതിൽ ഇന്റർഫിയർ ചെയ്യല്ലേ. കുടുംബക്കാർ സംസാരിക്കും. ഒരു മിനിറ്റ് എലിമോളൊന്ന് വന്നേ. ഞാൻ സമ്മതിക്കത്തില്ല. ഇങ്ങോട്ട് വന്നേ, വാസു ഇങ്ങോട്ട് വന്നേ. താങ്ക് യു നിന്റെ സീറ്റ്. എടി ചന്ദ്രന് സീനൊന്നും ഇല്ലല്ലോ. അവൻ എന്തിനു പറയാൻ വന്നേ? അവൻ എന്തു പറഞ്ഞേ? ചന്ദ്രൻ പറഞ്ഞത് 2,500 കോടി എണ്ണി വാങ്ങിക്കണമെന്നാ പറയാൻ വന്നേ. അവൻ ആരാ പറഞ്ഞ ബുദ്ധി ഇല്ലാന്ന്. ഈ എലി ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. മനസ്സിലായോ? ഞാൻ അവളുടെ കുടുംബമാണ്, ഞാൻ അവളുടെ ചേച്ചിയാണ്. പറഞ്ഞുകൊണ്ട് നടന്ന് സ്ഥാപിക്കുന്ന എന്തിനാ? ഈ വകയിലെ ബന്ധം നമുക്ക് പിന്നെ സംസാരിക്കാം. അത് പിന്നെ സംസാരിക്കാം. ഈ അവസാനത്തെ എന്ന് പറയുമ്പോ ഇനി ആർക്കും കല്യാണം ഇല്ല. എന്തിനാ കല്യാണം കഴിക്കുന്നേ? അവർക്ക് ഗേൾഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവര് എന്റെ പൊന്ന അലീനെ, അതൊന്നും നമ്മുടെ വിഷയമല്ല, മനസ്സിലായോ? കല്യാണത്തിന് എന്റെ പൊന്നച്ഛ, നാം പറഞ്ഞില്ലേ ഞങ്ങൾ സംസാരിക്കണമെന്ന്. മാറി തരുമോ കുറച്ചു നേരം? പെണ്ണിന്റെ അടുത്തല്ലേ സംസാരിക്കണേ, നമ്മൾ മതില് ചാടിയൊന്നും പോകത്തില്ല. അപ്പോ അവർക്കൊക്കെ ഗേൾഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പൊ അവര് നമ്മളെ പ്രാഗത്തില്ല. അപ്പൊ നമ്മള് കല്യാണം കഴിച്ച് എന്റെ പൊന്നു കുട്ടി, വേണമെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ അലീനെ, വേണമെങ്കിൽ കല്യാണം കഴിച്ച് ഇവനെയും കൊണ്ടിട്ട് ജീവിക്കുക. എനിക്കിപ്പോ വലിയ നിർബന്ധമൊന്നുമില്ല, മനസ്സിലായി? അന്ന് എന്റെ കാല് പിടിച്ചോണ്ട് എനിക്ക് മനസ്സലിവ് തോന്നിയതാ. ബാക്കിയുള്ളവരുടെ കല്യാണം കഴിപ്പിക്കണോ വേണ്ടേ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അലീനയ്ക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? നോക്കിയാണോ? പിന്നെ കാര്യം പറയട്ടെ, എന്റെ അടുത്ത് ഈ കല്യാണത്തിന്റെ ഒരു ആശയം ഇവന്റെ അടുത്ത് ഞാൻ ആദ്യം പോയി ചോദിച്ചേ.
ഇവന് പറഞ്ഞത് ഇവന് പെണ്ണേ വേണ്ട, ഗ്യാങ് ഞാന് പിള്ളേരെ ഇവരൊക്കെ മതി. പിന്നെ ചന്ദ്രന്റെ അടുത്ത് ചോദിച്ചു, ചന്ദ്രനാണല്ലോ ഇപ്പൊ മോനും ഇതൊക്കെ ഉള്ളത്, ചന്ദ്രൻ നടത്തിക്കോട്ടെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇവരുടെ കാലശേഷം ഇവരുടെ കുടുംബം മുന്നോട്ട് പോകണ്ടേ? അവരുടെ കാലശേഷം അവര് കൈവച്ച് നടന്നോളൂ. അത് നമ്മൾ ഈ കാര്യം ഒന്ന് നോക്കണം, ഞാൻ നോക്കിക്കോളാം. മനസ്സിലായോ? മനസ്സിലായോ? നമ്മളത് നോക്കിക്കോളാം. അല്ല കരയുവാണോ? സന്തോഷമല്ലേ, കോമഡിയില് ചിരിച്ചതാണ്. എൻഗേജ്മെന്റ് നടത്തും, അത്രേ ഉള്ളൂ. ഞാൻ ഇഷ്ടവും ചോദിക്കുന്നില്ല, അനിഷ്ടവും ഒരു മാസമല്ല, ഉടനെ അടുത്ത ആഴ്ച എൻഗേജ്മെന്റ് ചോദിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. വാസു അതിന്റെ കാര്യങ്ങൾ ഡാഡി ഞാൻ പറയുന്നത് കേക്ക്. ഡാഡി വരൂ, ഡാഡി ഇവരൊന്ന് മാറ്റി നിർത്തി നമുക്കൊന്ന് സംസാരിക്കാം. വരൂ ഡാഡി വരൂ. ജോക്കിമൻ വന്നേ. ഇങ്ങോട്ട് നടത്താന്ന് പറയുമ്പോ അവന്റെ ഓരോ എക്സ്ക്യൂസസ്. ഞാനൊരു കാര്യം പറയട്ടെ, എന്തിനാണ് ടൈം നിങ്ങൾക്ക്? പ്രിപ്പയർ എന്താണ് പ്രിപ്പയർ? ഒരു കൊച്ചു നട 10 വയസ്സായി അത് അവിടെ നിൽപ്പുണ്ട്, ഇനി എന്തോന്ന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക്? പറയട്ടെ, അതല്ല നമ്മള് പോയിട്ട് മറ്റേ കബഡി നിർത്തി നോക്കി മുത്തപ്പന്റെ അമ്പലത്തിൽ പോയി. നേരം ഇപ്പം നല്ല കാര്യങ്ങളൊന്നും നല്ല കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുടുംബത്തെ അനിഷ്ടം സംഭവിക്കും. ചിലപ്പോ അണ്ണു ഇരുന്ന് സംസാരിക്കാൻ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഒരു മിനിറ്റ് ഞാൻ നോക്കിട്ടെ, പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞ നേരം കുടുംബത്തിലെ കാരണവർക്ക് എന്തേലും പറ്റുമെന്നാണ് ആ ഒരു കണ്ടത്. കാരണം ഒരാളാണ് നമ്മുടെ കുടുംബത്തിലെ. കാരണം ഞാൻ ഒന്ന് തട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കാരുള്ള. എടാ എനിക്കിപ്പോ വലിയ എനിക്കിപ്പോ ഞാൻ പറയട്ടെ, തട്ടിപ്പോയെന്ന് പറഞ്ഞ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് തട്ടിപ്പോയെന്നൊക്കെ നമ്മളെ പേറ്റന്റ് ആഫീസൊക്കെ ആര് നോക്കും? എടാ ഇത് വാസു ഇത് ഭയങ്കര ഇതാണ് കേട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇത്ര ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ ജോക്കി. നമുക്ക് ഇത്ര ചെയ്ത് കൊടുക്കാൻ. അതല്ല അണ്ണു, ഞാനൊരു ഫ്ലൈയിങ് പോയിന്റ് ഇരിക്കുക. എനിക്കൊന്ന് കുറച്ചുകൂടി പറക്കണം, കുറച്ചുകൂടി നീന്തണം. പറഞ്ഞോ നീ എന്തോ അവള് നിന്റെ വാല എങ്ങനെ കെട്ടി വെക്കുന്നു? നീ പറഞ്ഞോ കെട്ടിയതുപോലെ അല്ലേ അണ്ണു? എന്ത് മോങ്ങുന്ന വാസു? അടുത്ത ആഴ്ച എൻഗേജ്മെന്റ്. കുടുംബം നശിക്കും, കുടുംബം നശിക്കും. ആൾക്കാർ നിന്റെ എൻഗേജ്മെന്റ് നടത്തുന്നതിന് അതാണ് പറഞ്ഞത്, കുടുംബത്തെ അനിഷ്ടം സംഭവിക്കും. അനിഷ്ടം സംഭവിക്കും, അനിഷ്ടം സംഭവിക്കും, സത്യയുടെ അനിഷ്ടം സംഭവിക്കും. അടുത്ത ആഴ്ച ഡേറ്റും കുറപ്പിച്ചു. ഡാഡി അടുത്ത ആഴ്ച എൻഗേജ്മെന്റ് നമുക്കൊരു ഡേറ്റ് നോക്കിയിട്ട് ഫിക്സ് ചെയ്യാം. നമുക്കൊരു ഡേറ്റ് നോക്കി ഫിക്സ് ചെയ്തിട്ട് നടത്താം. ഇതങ്ങനെ ചെറുതായിട്ട് നടത്താൻ എനിക്ക് പ്ലാനില്ല ഡാഡി. എനിക്ക് സിറ്റി കണ്ട ഏറ്റവും വലിയ എൻഗേജ്മെന്റ് ആയിരിക്കണം. പറയൂ സാബ് ഗുരു. കസിനാണ് സാബ് ഗുരുവിന്റെ? അതെ അതെ അതെ. അപ്പൊ എന്റെ കസിന്റെ കല്യാണം ഈ സിറ്റിയിൽ ഏറ്റവും വലിയ കല്യാണമായിരുന്നു. അതെ അതെ അതെ. ഞങ്ങള് പിന്നെ സാബ് ഗുരുവിന് ആ റിലേഷൻ ഉണ്ടെന്ന് അറിഞ്ഞില്ല. നമ്മള് കുറച്ച് കനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു പെൺകൊച്ച് പറയുന്നതിന് ഒരു വേലി കൊടുക്കുന്നില്ല ആരും. അതിനെ സൂയിസൈഡ് ചെയ്യുമെന്ന് പ്രഥമം മാത്രമല്ല, എല്ലാം വേണം. എല്ലാ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഡെസേർട്സും എല്ലാം വേണം. സൂയിസൈഡ് നടത്തി കഴിഞ്ഞാൽ അവൾക്ക് ഫ്ലൈ ചെയ്യണമെന്ന്. അവള് ഫ്ലൈ ചെയ്തോട്ടെ, എൻഗേജ്മെന്റ് നടത്തിട്ട് ഫ്ലൈ ചെയ്താൽ മതി. വാസു ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാല ഞാൻ തന്നു. അവനെ അല്ലെങ്കിൽ കയറണമെന്ന് എനിക്ക് പണ്ടേ ഭയങ്കര ആഗ്രഹം. നീ മരിക്കോ ചാവുന്നോ ചോദിക്കും. ഇത് എന്തൊരു കഷ്ടമാണെന്ന് പറയുന്നത്. എന്തിനിവിടെ വന്ന് നിന്നതാ പിന്നെ കല്യാണം നടത്താനെന്ന് പറഞ്ഞു ചോദിക്കണ്ടായിരുന്നു. പെണ്ണിന്റെ അടുത്ത് നടത്തി കഴിഞ്ഞാൽ പെണ്ണിന്റെ അടുത്ത് പിന്നെ നമ്മള് പിന്നെ ഇത് സമ്മതം അല്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ വിളിച്ചു വരുത്തിയത് ഇങ്ങോട്ട്? നമ്മളെ കുടുംബത്തെ ആര് പറഞ്ഞു? നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ വന്ന് കല്യാണം നടത്തണം. ആ കൊച്ചി കെട്ടാൻ മുട്ടിയിരിക്കുന്നത് പറഞ്ഞു നമ്മളെ വിളിച്ചു വരുത്തിയിട്ട്.
സുഹൃത്തെ ഡാഡി എന്നല്ല ഇത്രയും നാളെ വിളിച്ച് ഇത്രയും നേരം വിളിച്ചത് നമ്മൾ അച്ഛനൊന്നും മാറ്റി വിളിച്ചില്ലല്ലോ നിങ്ങൾ എന്ത് മര്യാദയാണ് നിങ്ങൾ നമ്മുടെ കുടുംബത്തിന് വരുന്നത്? അയ്യോ ഡാഡിയിലെ പ്രശ്നം ഡാഡി പറയല്ലേ. ഡാഡിയെ പറയുന്നതല്ല, ഡാഡിയുടെ അല്ലേ മോള്. കാരണം ഈ പെണ്ണുമ്പളെ എലി എന്ന് പറഞ്ഞ് നിൽക്കുന്നവള് അവള് നമ്മളെന്തോ ലോ ക്ലാസ് ആയിട്ട് കാണുന്നത് നമ്മളെ. നമ്മൾ ഇത്ര സമയമുള്ളത് കല്ലുകൊണ്ടിരിക്കുന്ന ചെറുക്കനെ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇത്ര ദൂരം സഞ്ചരിച്ചു വന്നിട്ട് ഇത്രയും ദൂരം വന്ന സമയത്ത് പെണ്ണ് ആട്ടി ചാടുന്ന ഇതെന്താണ്? എന്തൊരു കുടുംബം എന്തെങ്കിലും വന്ന് പറഞ്ഞ ആട്ടി ചാടും. അതല്ലേ ഇപ്പൊ എൻഗേജ്മെന്റിന് റെഡിയാ. അതൊക്കെ വെള്ളം തല തൊടാത്തന്റെ പ്രശ്നമാണ്. ഇതൊക്കെ വെള്ളം തൊട്ടപ്പോ ബോധം വന്ന് എൻഗേജ്മെന്റ് നടത്താം. അതാണ് ഏറ്റവും ഞാൻ റെഡിയല്ല. നിങ്ങളുടെ കുടുംബത്തിലെ നിന്നെ കെട്ടാലല്ലോ അനിയെ കെട്ടാൻ ഞാൻ എടുത്ത് കാലൊക്കെ വെച്ച് വെച്ചിട്ട് ഞാൻ അടിക്കും കേട്ടോ. ഞാൻ ഈ കുടുംബത്തിൽ ഇല്ലല്ലോ. ആര് പറഞ്ഞില്ലേ എന്റെ കുടുംബമാണിത്. ഇതൊക്കെ ഡ്യൂപ്പ്. ഞാൻ പറട്ടെ വാരിപ്പറക്കിട്ട് ഇടിക്കും എല്ലാത്തിനും ഇവിടെ ഇട്ട്. കാര്യമായിട്ട് ഞാൻ കാര്യം പറയാം. എന്റെ ചെറുക്കന്മാരെ എല്ലാം പറഞ്ഞുണ്ടല്ലോ. പെണ്ണ് ഒറ്റ ചോദ്യം നിനക്ക് ഇവിടെ വേണോ? അടിച്ച് റെഡിയാക്കി നിനക്ക് ചന്ദ്ര നിനക്ക് ഇവിടെ വേണോ? എന്താണ് നിനക്ക് ഇവിടെ വേണോ? ഒറ്റ ഉത്തരം. ആലോചിക്കുന്നില്ല ചന്ദ്ര. പേരൊന്നുമല്ലല്ലോ ചോദിച്ചേ. ഇവൾക്ക് ഇവനെ വേണോന്നാ ചോദിച്ചേ. ചന്ദ്ര വേട്ടയ്ക്ക് വേണ്ടെന്ന് പറ. നമുക്കെന്തിനാ വേറെ പെണ്ണേരില്ല. ചന്ദ്ര വേട്ടയ്ക്ക് വേണ്ടെന്ന് പറ. ചന്ദ്രനെ വിളിക്കുന്നത് പിടിച്ചിടിക്കും ഞാൻ ഇവിടെ ഇട്ട്. എടാ ഒന്ന് പറയ ചന്ദ്ര. വേണോ വേണ്ട അത് മാത്രം പറ. ചന്ദ്ര വേട്ടയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞേക്ക്. വേണം. അപ്പൊ അലീനെ നിനക്ക് എൻഗേജ്മെന്റ് നടത്താൻ ഓക്കെ ആണോ? മോക്ക് സമ്മതല്ലേ? വാസു നമ്മളെ കുടുംബ എലി നിനക്ക് എന്നെ കെട്ടാൻ പറ്റാത്ത ഫ്രസ്ട്രേഷൻ ഈ ഒരു മൊമെന്റ് തീർക്കരുത്. അതിവിടെ തീർക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലേ ഇത്. വേറൊരു കാര്യം സംസാരിക്കും പ്ലീസ്. ഞാൻ ഇനി എന്റെ ഭാഷയും സംസാരമൊക്കെ മാറും ഞാൻ കേട്ടാ. പെണ്ണുപിള്ളെ നിങ്ങൾ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ കുടുംബ വീടാണോ? ഇത് അവതാ സിനിമയിൽ ഇറങ്ങി വന്ന കുറെ കോക്കാച്ചികളുടെ അടക്കത്തൊരു കുടുംബവും നമുക്ക് വീട്ടിൽ പോകണേ. ഇത് എന്തുവാ ഇത്? ഭയങ്കര മോശമാണ്. ജോക്കി നമ്മൾ ഒരു വീട്ടിൽ വന്നിട്ട് വീട്ടുകാരെ അപമാനിക്കുന്നത് ശരിയാണോ? എന്റെ പൊന്നു ഡാഡി ഞങ്ങൾ ഇത് സോൾവ് ചെയ്യാനല്ലേ നോക്കുന്നത്. ഡാഡി എന്ന് വിളിക്കുന്നത് നമ്മൾ എന്തെങ്കിലും മോശം സംസാരിച്ചോ? നിങ്ങൾ ഞാനും മോനെ തന്നെ വിളിച്ചോണ്ടിരിക്കുന്ന മോനെ. മോൻ പറ മോന്റെ തീരുമാനം എന്താ? അല്ല അതെന്താ മറ്റേ പെൺപിള്ള എന്തിയാ ഇപ്പുറത്തേക്കുന്നു സ്ഥലവും പറയുന്നത്. ഇങ്ങോട്ട് വിളിച്ചോണ്ടിരുന്നത് നമ്മളെ. ഡാഡി ഇതൊരു അബ്യൂസ് ആയി പോയിട്ടായിരിക്കും ഡാഡി. ഇങ്ങനെ അബ്യൂസ് ഈ ഇടയ്ക്ക് ജീവിതത്തിൽ മോനെ പറഞ്ഞതാണല്ലോ. കുടുംബക്കാരിൽ ഇത് ഞാനും അലീനും എന്റെ അലീനയുടെയും പേഴ്സണൽ തീരുമാനമാണ്. ചന്ദ്രന്റെ പേഴ്സണൽ തീരുമാനം അത്. അലീനല്ല. നിങ്ങളിപ്പോ കല്യാണം ആയിക്കട്ടെ. ഞങ്ങളിപ്പോ വേണ്ടി അവരുടെ ലിവിംഗ് മോളെ. ഇതാണ് പറഞ്ഞത്. ഈ കുടുംബം ഈ പെണ്ണുമ്പിള്ള കുടുംബത്തിലോട്ട് പെണ്ണ് വേണ്ടാന്ന് ഞാൻ 1000 വട്ടം വാസുവിന്റെ അടുത്ത് പറഞ്ഞതാ. ഇവളൊക്കെ ഉള്ള കുടുംബത്തിലോട്ട് വന്ന് കേറി വേണ്ടാന്ന്. ഞാനൊരു കാര്യം പറയട്ടെ ഡാഡി. ഇവളിവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഡാഡി. ഒരു കാര്യം ചോദിക്കാണ്. ഞങ്ങൾ ഇങ്ങനെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ തീരുമാനം? ലിവിംഗ് ടുഗദർ എനിക്ക് താല്പര്യമില്ല. ഞങ്ങൾ തീരുമാനം എടുത്ത നിങ്ങളുടെ തീരുമാനം എന്താ? എന്ത് തീരുമാനം? ലിവിംഗ് ടുഗദറോ? അല്ല പറ്റത്തില്ല ലിവിംഗ് ടുഗദർ. നിന്റെ എലിയുടെ കൂടെ അല്ലേ അത് അവർ തമ്മിലുള്ള തീരുമാനമാണ്. നീ അനിയത്തിയുടെ എന്തായാലും വെച്ച് കാണിക്കും. നമുക്ക് ലിവിംഗ് ടുഗദർ ഒന്നും പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയാം. ലിവിംഗ് ടുഗദർ രണ്ടെണ്ണത്തിനും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച എൻഗേജ്മെന്റ് അല്ല ചന്ദ്ര വണ്ടി എടുക്ക പോകാം. അപ്പൊ ഞങ്ങൾ മിണ്ടാൻ പാടില്ല. പിന്നെ ചന്ദ്ര ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് ഇത് നടന്നില്ലെങ്കിൽ ഇവളെ കൊത്തുകളെ ഈ ഡാഡിയെ കുഴിച്ചു വിടും. എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങളങ്ങ് പോകും. പിന്നെ ഇത് നടക്കത്തില്ല. ഞാൻ പോലെ
ആരും പിടിച്ചു വരണം ആരും പിടിച്ചു വരണം ആരും പിടിച്ചു വരണം ഞങ്ങൾക്കുണ്ട് ഇഷ്ടം പോലെ ഞങ്ങൾക്കും ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിതൊക്കെ പറഞ്ഞ് ഫ്ലെക്സ് ചെയ്യണമെങ്കിൽ നമുക്കുണ്ട് ഇതൊക്കെ. നമ്മളത്ര മോശം കുടുംബമല്ല. മോനെ അവരുടെ പേരിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇറ്റ്സ് ഓക്കെ ഡാഡി. നമുക്ക് ഇതിലൊരു തീരുമാനത്തിലെത്താം. നമ്മ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വന്നിട്ട് അടിയും വഴക്കുമായിട്ട് പിരിയുന്നത് എനിക്ക് താല്പര്യമില്ല. ഒട്ടും പറ്റത്തില്ല. നമുക്ക് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം. ചന്ദ്രമ്മനെ, മോൻ എന്താണ് പറയാനുള്ളത്? മോന് കല്യാണം വേണ്ടേ? പറഞ്ഞോ, എന്റെ മോളായിട്ട് ഞാൻ തിരിച്ചു പോകും. നിങ്ങളുടെ വീടായത് നമ്മളാ പോണ്ടേ? ഇല്ല, ഞാൻ എന്റെ സിറ്റിയിലോട്ട് തിരിച്ചു പോകും. അങ്ങനെ വേറെ കല്യാണം നടക്കൂടല്ലോ. മിണ്ടാരി മിക്സി മിണ്ടാരി അതിന്റെ ഇടയിൽ കൂടെ സൗണ്ട് കേൾക്കുന്നു. ചന്ദ്രമോൻ ഒന്ന് വന്നേ, 5 മിനിറ്റ് മോനൊന്ന് വന്നേ. നിങ്ങളെന്തോ ഈ കല്യാണം കഴിഞ്ഞാൽ എടാ ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ അഭിപ്രായം ചോദിച്ചോ? ആരും അഭിപ്രായം ചോദിച്ചു വരാൻ നടക്കുന്നത്. വാസു ഇങ്ങോട്ട് വന്നേ സീരിയസ് ആയിട്ട് കാര്യം പറയാനുണ്ട്. എനിക്കത് ഭയങ്കര ഫീലായി. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്തേലും കുറവ് വരുത്തിട്ടുണ്ടോ നിങ്ങൾക്ക്? പെണ്ണിന്റെ കുറവ് സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് സീരിയസ് ആയിട്ട് പെണ്ണിന്റെ കുറവല്ലാണ്ട് വേറെ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? ഒരു കുറവ് വരുത്തിട്ടില്ല. നിനക്കൊക്കെ ആവശ്യമുള്ള സമയത്ത് പൈസ, ആവശ്യമുള്ള സമയത്ത് തോക്ക് എല്ലാം തന്നിട്ടില്ലേ? ഇതുപോലൊരു ദുഷിച്ച കുടുംബത്തിൽ വന്നിട്ട് എന്നെ നാണം കെടുത്തിയപ്പോ നിനക്കൊക്കെ സമാധാനമായല്ലോ. ഇതുകൊണ്ടാണ് നിന്റെ അടുത്തൊക്കെ പറഞ്ഞത് ഇനി എഴുതി വെച്ചോ, ഇനി ഇതിനകത്ത് ഒരുത്തനും പെണ്ണും കിട്ടത്തില്ല, പെണ്ണിന്റെ പുറകെ നടക്കത്തില്ല, ഗ്യാങ്ങിന്റെ പുറത്തായിരിക്കും. നോക്കിക്കോ, ഈ പെണ്ണെന്ന് പറയും ഇതുകൊണ്ടാണ് ഞാൻ ഈ എലി എന്ന് പറയുന്ന ആ കടവ് പോലുണ്ടല്ലോ, അവളുടെ കണക്കത്തുള്ള ദുഷിപ്പുകൾ കാരണമാണ് ഞാൻ പെണ്ണുങ്ങളെ തന്നെ വെറുത്തു പോയത്. നിന്റെ ഒരു അഭിപ്രായം എന്തു? ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ ജോബി. വെടി വെച്ചാൽ കൊല്ലാനാ. കടവാവലേലില്ലേ അവളെ കടലിൽ തള്ളിയിട്ട് നമുക്ക് വണ്ടി എടുത്ത് മാസമായിട്ട് പോവാം. അവക്കുണ്ടല്ലോ, അവക്ക് എന്താ കുഴപ്പമുണ്ടോ? അവക്ക് ജോഗി വേണ്ട, വാ ചോദിക്കാം. ചന്ദ്ര നിനക്ക് കല്യാണം വേണ്ടല്ലോ? അവൻ ബോസ് അല്ലേ, അവൻ പോയി അവിടെ ഇരിക്കാൻ പോവാ. നമുക്ക് കടൽക്കാറ്റ് കൊണ്ടിരിക്കട്ടെ പട്ടി. എന്തോ പറഞ്ഞ നന്ദ? ഞങ്ങൾ ഈ കല്യാണം വേണ്ട നോക്കണം. വണ്ടി ഇത്ര നേരം സിറ്റി കൊണ്ട് ഒരു മിനിറ്റ് ആരെയും കണ്ട പെണ്ണുമ്പിള്ള ഇനി കാമയുണ്ട്, ആനയുണ്ട്, ആമയുണ്ട്, പശു ഉണ്ടെന്നും പറഞ്ഞ് എന്നെയാണ് ഫോൺ വിളിച്ചോണ്ടല്ലോ വെട്ടി മൂടി ഞാൻ മറ്റേ ആന്റി സിറ്റി കൊണ്ടിടും. മനസ്സിലായോ? എന്റെ സമയം കളയാൻ വേണ്ടിട്ട് വണ്ടി എടുത്ത് കല്യാണോ കളവാണോ? ഇല്ല ഒന്നും വേണ്ട നമ്മുടെ പ്രശ്നം ഉണ്ടാക്കില്ല. എല്ലാവരും വണ്ടി എടുത്ത് ഫ്രണ്ടിലോട്ട് എടുത്ത്. അപമാനമായി പോലോടാ, അപമാനം. അത് വിഷമമായോ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഇൻസൾട്ടഡ് ആയിട്ടില്ല. സത്യം എനിക്ക് നിന്നെ ഇടിച്ച ഉപ്പുവെള്ളത്തിൽ പെണ്ണ് കെട്ടിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. കോളനി കുടുംബം അങ്ങനൊന്നും പറഞ്ഞാ പറയാ. ഇതുണ്ടല്ലോ ഇത് എലി. അവനെ ഒന്ന് പിക്ക് ചെയ്യണം ആരെങ്കിലും. അവനെ ഒന്ന് പിക്ക് ചെയ്യണം. ഞാൻ കാര്യം പറയട്ടെ, ഇത് ഇൻസൾട്ടഡ് ആയിട്ട് ഫീൽ ആടാ. എന്നിട്ട് ആരുമായിട്ട് വീട്ടിൽ ഇറക്കി വിടുന്നത്? ഇങ്ങനെ ഇറക്കി വിട്ടാണ് നമ്മളായിട്ട് ഇറങ്ങി പോകുന്നത്. കല്യാണവും കളവാണം കൊണ്ട് വന്നേക്കുന്ന ഓരോ തോന്മാര് ഇനി ജീവിതത്തിൽ നോക്കി എന്നെ കിട്ടത്തില്ല ഒരിക്കലും. ഞാൻ വിഷമാടാ മോനെ നിനക്ക്? ഞാൻ എന്നെ കിട്ടത്തില്ല ജോക്കി. പിന്നെ ജോക്കിക്ക് എന്തെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണമാണ് ജോക്കിക്ക് നടക്കേണ്ടതെങ്കിൽ അത് വേണമെങ്കിൽ ഞാൻ സാക്രിഫൈസ് ചെയ്തെടുക്കാൻ റെഡിയാ. ഇതിന്റെ ക്ഷീണം ആദ്യം ഒന്ന് മാറട്ടാ. ഈ പെണ്ണിന്റെ വാ പറഞ്ഞാൽ തന്നെ എന്ത് പാടേ ഇത്? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും? എലീനെ മാറ്റിട്ട് പൂതനാന്നല്ലോ ആക്കണം അവളുടെ പേര്. സത്യം അവളുടെ മോന്ത കാണുമ്പോഴേ അവളുടെ മനുഷ്യനെ ചെകുത്തേട് വരെ.
പത്തില്ലെന്ന് സത്യം ഒന്നും സാരമില്ല. വലിയ പോലും ഇല്ല. പുള്ളി സാധാരണ എന്തേലും പറയണതാ. എന്റെ ആരും ചത്താടാ. അമ്മാക്കിட்ட ഫോൺ സ്പീക്കർ ഇട് പെരിയപ്പയും താത്തയും വേറെ പാണ്ടിപ്പടത്തിൽ പോയിട്ട് വന്ന ഫീൽ ഉണ്ട് നമുക്ക്. പെരിയപ്പയും താത്തയും മാമനാരും അർജുനരും എന്തുവാ ഇത്? പെരിയപ്പ സൂര്യത്തൂർ അലീന ഞാൻ പോവാണ്. ഹലോ ഹലോ ആ അലീന അടുത്തിരുന്ന് ആരൊക്കെ താങ്ക് യു സോ മച്ച് എന്നൊക്കെ ഒന്ന് മാറിക്കോ അലീന. അലീന ഞാൻ ഇവിടെ ഇരിക്കുവാ. പറഞ്ഞോ. ആ അലീന ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു നാണക്കേട് ഇതുവരെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല അലീന. ഞങ്ങൾ എന്ത് പ്രതീക്ഷയോടെ അലീനെ ഇനി എന്റെ മുന്നിൽ കാണരുത് മോളെ. ഒരു രൂപം ഉണ്ടായിരുന്നു. ഇനി അത് ഉടഞ്ഞു ഇനി കാണരുത്. അത് വീണ് ഉടഞ്ഞ അലീന. ഇനി എനിക്ക് ഓക്കെയാ. ചന്ദ്രൻ പറഞ്ഞ എനിക്ക് ഓക്കെയാ. എനിക്ക് ഓക്കെ അല്ലെങ്കിലോ? നമ്മളെ കണ്ടിട്ട് മായാവിയെ ലുട്ടാപ്പിയായിട്ട് തോന്നുന്നുണ്ട്. കുന്തോം ഓക്കെ അല്ലെന്ന് പറഞ്ഞു നോക്കി. എനിക്ക് ഓക്കെ അല്ലെങ്കിലോ? നമുക്ക് ഓക്കെ അല്ല. കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എനിക്ക് ഓക്കെ അല്ലെങ്കിലോ? ആ എന്റെ ചെറുക്കൻ ഓക്കെ അല്ലെങ്കിൽ എനിക്കും ഓക്കെ അല്ല. ഞങ്ങളെ എന്ത് പ്രതീക്ഷയോടെ അലീന അവിടെ വന്നതെന്നറിയാവോ? അതെ. ഈ മനുഷ്യനെ ഞാൻ കണ്ണ് നിറഞ്ഞ് കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ട്. ഇല്ല സോറി വേണ്ട. ഞാൻ ഇങ്ങനെയൊന്നും വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എനിക്കൊരു താങ്ക് യു പറയണോ അലീനയുടെ അടുത്ത്? ഒരു 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ് എനിക്ക് ഒരാളെ ഡാഡി എന്ന് വിളിക്കാൻ പറ്റി. എനിക്ക് ആ ഡാഡി കണ്ടപ്പോ എന്റെ ഡാഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് ആ വീട്ടിലൊരു വഴക്കുണ്ടാക്കാതെ ഞാൻ ഇവിടെ വന്നത്. അതെ, ഒരു അച്ഛനകത്ത് സ്നേഹം 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ് കിട്ടി. എനിക്കത് കിട്ടി അവിടെ. ഇനി ഞാൻ ഈ കാര്യം സംസാരിക്കാൻ അലീനെ വിളിക്കില്ല. ഇല്ല അലീന. ഞാൻ ഇപ്പോഴും പറയാ അലീനെ ഇല്ല. മനസ്സിലായോ? അലീനെ ആദ്യം നിന്റെ ചേച്ചിന്നും പറഞ്ഞു കിടക്കുന്ന ആ കടവാവലിനെ പിടിച്ച് വീട്ടിൽ നിറക്കി വിട്. അവളില്ലായിരുന്നെങ്കിൽ തന്നെ നമ്മൾ കുറച്ചു നേരം കൂടെ നിന്ന് സോർട്ട് ഔട്ട് ആക്കിയേനെ. ആ പെണ്ണുമ്പിള ഉണ്ടല്ലോ, അതൊരു സ്ത്രീയാണോ? അത് കുശുമ്പും പരദൂഷണവും പുന്നായ്മയും. ആടുണ്ട്, മാടുണ്ട്, കാടുണ്ട്, ആനയുണ്ട്, കുതിരയുണ്ട്. അവിടെ കണ്ടില്ലല്ലോ ഒരു പൂച്ചക്കുഞ്ഞാ പോലും. ഒറ്റ നേരം കൊണ്ട് എന്റെ ജീവിതത്തിൽ നിന്ന് എല്ലാരും പോയി. ആ കയ്യിരിപ്പുണ്ട്. ചന്ദ്രന്റെ സുഖമാണല്ലേ ഇത്രയും ചെയ്ത് വെച്ചിട്ട് സുഖമായിട്ടിരിക്കുന്നല്ലേ? ബ്ലെയിം ഗെയിം ഒന്നും ഇറക്കല്ലേ മോളെ. നമ്മള് കൊറേ കണ്ടിട്ടുള്ള മനസ്സിലായോ? മുണ്ട് കൊടുത്തോണ്ട് കടം. ഒന്നും പറയാനില്ല അലീന. നീ ഒന്നും പറയാനില്ല. ശരിയെന്നാ, ഒന്നും പറയാനില്ല. ബൈ, ടേക്ക് കെയർ. ഡാഡിയെ നന്നായിട്ട് നോക്കണേ. ഐ ലവ് യു ഡാഡി. ആദ്യം അച്ഛനടുത്ത് ഐ ലവ് പറഞ്ഞ നീ പെണ്ണുമ്പോൾ ഇങ്ങനെ സൗണ്ട് ഇടുന്നേ. ആ ചന്ദ്ര വന്ന് കേറാ. പറയാനുണ്ടോ എന്തേലും? അടുത്തോട്ട് എല്ലാം പറയും. പറഞ്ഞു കൊല്ലാൻ പോണെന്ന്. പെട്രോൾ അടിക്കും അടി വെയിറ്റ് സീനാതാണ് പോയി. ചന്ദ്ര, നിന്നെ നമുക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളായിരുന്നു നിങ്ങൾക്ക്. നല്ല രീതിക്കാണ് നിന്നെ നോക്കിയത് നമ്മള്. നിനക്ക് എന്തിനേലും കുറവുണ്ടാക്കിയിട്ടുണ്ടോടാ ഞാൻ ഇത്രയും നാളെ? എന്റെ റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റൂം ഞാൻ തന്നിട്ടുണ്ട്. അത് നിനക്ക് മാത്രം. പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഞങ്ങൾക്ക് ലിവിംഗ് ടുഗദർ ഓക്കെയാണ്. അത് ഓക്കെയാണോ? കയ്യെ ഒടിച്ച് കായ ഒടിച്ച് മൂലക്കിടും. മനസ്സിലായോ? എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. ഞാൻ എന്റെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ കിടക്കും. നിനക്ക് ഓക്കെയാണോ? എന്നാ ഞാൻ തന്നെ വെക്കും. അണ്ണൻ കുഴപ്പമുണ്ടാ? എടാ നിനക്ക് ഇതൊക്കെ തമാശയായിരിക്കോടാ. നിനക്ക് തമാശയായിരിക്കും. നിന്റെ വിചാരം എന്ത്? നമ്മള് തമാശക്ക് വേണ്ടി അവിടെ പോയിട്ട് തിരിച്ചു വന്നോ? ചന്ദ്ര നല്ല വിഷമമുണ്ട്. എന്താ സീരിയസ്ലി ഞാൻ പറയൂ. ജോക്കി ആ കല്യാണത്തിനടുത്ത് ഇതിനടുത്ത് ഗോൾഡും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ തിരിച്ചു അയക്കുവാണേ. എല്ലാം തിരിച്ചയക്കി. എടാ ചന്ദ്ര നിന്റെ വിചാരം എന്താ? നമ്മൾ തമാശക്ക് പറയുന്നത്. സീരിയസ് ആയിട്ട് സമയത്ത്
മന്ദാരം. ചെന്നിട്ട് നീ ഒരുമാതിരി നീ എന്താണ് നിന്റെ വിചാരം? നമ്മൾ തമാശക്ക് മന്ദാരം നമ്മള് 2500 പേർക്ക് ഓർഡർ ചെയ്ത ഫുഡും ബാക്കി കാര്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്ത് എനിക്ക് തരാം. അണ്ണുവിന്റെ പിന്തുടർച്ചക്കാരനാവണം. അണ്ണാ അതെ നമുക്ക് പെണ്ണ് കല്യാണം നമുക്ക് ശരിയാവില്ല നമ്മുടെ ഗ്യാങ്ങിന്. എനിക്ക് ഭയങ്കര ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യണ്. നമ്മുടെ ഗ്യാങ് എന്ന് പറയുമ്പോ നമ്മുടെ ഗ്യാങ് റിബൽ ഗ്യാങ് ആണ്. നമ്മുടെ പാട്ടിടാനൊന്നും പറ്റത്തില്ലേ? നമ്മുടെ ഗ്യാങ്ങിന് പെണ്ണ് സെറ്റ് ആവൂലാണ്. ഒള്ളി ലൈവ് ബ്ലാസ്റ്റ്. ചന്ദ്ര സീരിയസ് ആയിട്ട് ഞാൻ കാര്യം പറയട്ടെ. ചന്ദ്ര നിന്റെ വിചാരം എന്താ? നമ്മൾ അവിടെ പോയിട്ട് ഇൻസുലർ ആയിട്ട് വന്നതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ല. ജോക്കി പണ്ടേ ഒരു ചന്ദ്രബോസ് ഉണ്ടായിരുന്നു ജോക്കി. അതെ, മുതുക്കി കൂടെ വണ്ടി ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ ഇടിച്ച് പബ്ലിക് ന്യൂസൻസ് ആയിട്ട് നടന്നിരുന്ന ഒരു കാലം. അന്ന് പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിൻ്റെ പേരിലും എനിക്കത് കണ്ട് സങ്കടമായതിൻ്റെ പേരിലും മാത്രമാണ് ഇവനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. അന്നൊക്കെ ഞാൻ വിചാരിച്ചു നമുക്കൊക്കെ എനിക്കും ജോക്കിയുടെയൊക്കെ വാക്കിനൊരു വില ഉണ്ടാവുമെന്ന്. അതില്ല ജോക്കി. എന്റെ റൂം തുറന്ന ഒരാളും വരരുതേ, എനിക്ക് കുറച്ച് സമയം വേണം. ഞാൻ ചുണ്ണിപ്പടയായിട്ട് ചെറുതായിട്ടൊന്ന് വരുത്തേട്ടാ. ചുമ്മാ ഇടിച്ചോണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു വണ്ടി. അപ്പൊ ഞാൻ വേറെ വണ്ടിയോട് പോയി ചോദിച്ചു. വീട്ടിൽ നിന്ന് ഇങ്ങനെ ആട്ടി ഇറക്കി വിടുക പറഞ്ഞു. എന്തായാലും ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങി എണ്ണിക്കട്ടെ ജോലി. ഞാനും ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഗുഡ് നൈറ്റ്. അവന്റെ വിട്ട വളിയും വിട്ട ഏമ്പൊക്കെ ഓരോരുത്തരെ ഗ്യാങ്ങി പിടിച്ചു വെക്കും. ഒരു സമയമില്ല. ഗുഡ് നൈറ്റ് ജോക്കി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. രാവിലെ വിഷമിക്കണ്ട, നേരെ ഉറങ്ങും. ടാബ്ലറ്റ്സ് എല്ലാം ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. ഗുഡ് നൈറ്റ്.